വാസുകിയെ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് അതിനുശേഷം നടന്ന ക്യാബിനറ്റിൽ ഈ വിഷയം തുറന്നു പറഞ്ഞില്ല വിദ്യാഭ്യാസ മന്ത്രി. അവിടെയാണ് പാളിച്ച സംഭവിച്ചത്, മുന്നണിയിലെ പാളിച്ച സംഭവിച്ചത് അതാണ്. പക്ഷേ അത് മന്ത്രി വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു തന്ത്രം എന്ന നിലയിലാണ്. അപ്പോൾ ഒന്ന്, SSKയിൽ ഈ PMCയിൽ ഒപ്പിടാതെ SSA ഫണ്ട് റിലീസ് ചെയ്യില്ല എന്നുള്ളതിന് രേഖാമൂലമായിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. 2, കുടിശ്ശിക 1, 2 അല്ല, 1156 കോടി രൂപയുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 117 കോടി രൂപ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് കിട്ടി. ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടരായ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട യൂണിഫോമിൻ്റെയും പഠന അലവൻസിൻ്റെയും ആനുകൂല്യങ്ങളുടെയും തുകയാണ്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന മട്ടിൽ കേന്ദ്രം പിടിച്ചുവച്ചിരിക്കുകയാണ്. നിലവിൽ നമുക്ക് നിയമപരമായി അതിനെതിരെ പോരാടുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മുടെ മുന്നിൽ ഈ ഭീം കേസ് കിടക്കുന്നുണ്ട്. ആ ഭീം കേസിൽ വളരെ കൃത്യമായി പറയുന്നു, ആർട്ടിക്കിൾ 282 കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിനൊരു ഡിസ്ക്രിഷണറി പവറുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിന് അല്ലെങ്കിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സാമ്പത്തിക വിതരണത്തിലെ 22% 2 രീതിയിലാണ്. ഒന്ന്, യൂണിയൻ്റെ ഗ്രാൻസിൻ്റെ ഇടായിട്ട് നൽകും, മറ്റൊന്ന് നികുതി വിതരണമായിട്ട് നൽകും. നികുതി ഒഴിച്ചു നിർത്തിയാൽ നികുതിയിൽ തന്നെ വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട് ഫിനാൻസ് കമ്മീഷൻ പ്രകാരം. രണ്ടാമത്തതാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതി 22% ഗ്രാൻസിൻ്റെ കിടക്കുന്നത്. ആ 22% ഗ്രാൻസിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം 5-4 ഗ്രാൻസിൻ സ്കേഡുകളും പൂർണ്ണമായിട്ടും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കുരുക്കായിട്ട് തീരുന്നത്. അതുകൊണ്ട് കോടതിയിൽ പോയി കേസ് ജയിച്ചു വന്നിട്ട് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ മതി എന്ന വാദം നിലനിൽക്കില്ല. അതാണ് രണ്ടാമത്തെ കാര്യം.